ചാടില്ലേ? No shitting. This is vomiting. You want one more? Hello. Where are you going? ജലജ, അർജുൻ, ഐശ്വര്യ, ആരെ വന്നിരിക്കുന്നേ നോക്ക്. ഹായ് അർജുൻ, ഹായ് ഐശ്വര്യ. യാത്രക്ക് സുഖമായിരുന്നോ? സുഖമായിരുന്നു ചേട്ടത്തി. ഹായ് ജാനു. സുഖലടി. സുഖമാ ചേട്ടാ. എന്തൊരു കോലാടി ഇത്. കുറച്ച് ലൂസ് ഉള്ള ഡ്രസ് ഇടായിരുന്നില്ലേ? ഞാൻ ലൂസുള്ള ഡ്രസ് ഇട്ടോണ്ട് തന്നെയാ ചേട്ടാ വന്നത്. പക്ഷെ എന്നെ പിക്കപ്പ് ചെയ്യാൻ അയച്ചില്ലേ ഒരു കുരിശ്. ആ ലൂസ് കാരണം എന്റെ ഡ്രസ് ടൈറ്റ് ആയി. ഏയ്, ഭാവി വരനെ പറ്റി അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അതുകൊട്ടെ, ബാബു എവിടെ? ഓ അതോ, വാ കാണിച്ചു തരാം. ദേ അവിടേക്ക് നോക്ക്. ഡോക്ടർ, ഇത് നിങ്ങളുടെ വീടാ? കൊള്ളാം കൊള്ളാം. അപ്പൊ ഇതാണോ നിങ്ങളുടെ ഭാര്യ? അയാളെ നിങ്ങൾക്കറിയാം? നിങ്ങൾക്ക് എങ്ങനെ ഇയാളെ അറിയാം? ഇവൻ എന്റെ ഒരു വലിയ കഥയാ. അത്ര വലിയ കഥയൊന്നല്ല, ഒരു ചെറിയ കഥ. ഡാഡി, some bad smell. സോറി, അത് ഞാൻ കാരണം. ഞാൻ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ബാബു, ഇതെന്റെ വൈഫ്. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. വണ്ടിയിൽ പോകുമ്പോഴേ ബോറടിക്കാതിരിക്കാൻ കുറച്ച് സ്നാക്സ് കഴിച്ചിരുന്നു. അതിന്റെ കൂടെ 4 കൂൾ ഡ്രിങ്ക്സും. ലാസ്റ്റ് ഹെയർ പിൻ വരെ. ഹെയർ പിൻ കഴിച്ചെന്നോ? അതെങ്ങനെ കഴിക്കും? ഹെയർ പിന്നൊക്കെ എന്തിനാ കഴിക്കാൻ? കൊടൈക്കനാലിൻ മലകളിലെ എത്ര ഹെയർ പിൻ വളവുകൾ, ആ വളവിനെ കുറിച്ചാ പറഞ്ഞത്. ഒരു കവിത അത് പറയരുതെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ അത് പറയട്ടെ തന്നെയല്ലടാ പറഞ്ഞേ. അല്ല, നീ എങ്ങനെ ഇവരുടെ കൂടെ വന്നേ? നിന്നെ ഞാൻ ബസ്സിൽ കയറ്റി വിട്ടാണല്ലോ. ഡോക്ടർ എന്നെ ബസ്സിൽ കയറ്റി വിട്ടത് സത്യമോ? ബസ്സിലെ കണ്ടക്ടർ എന്നെ ഇറക്കി വിട്ടിട്ട് ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിഭയങ്കരമായ ഒരു ശബ്ദം. തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ബാബു സാർ ഡാഷ് ചെയ്തുകൊണ്ടിരിക്കുക. ഡാഷ് എന്ന് പറഞ്ഞ സാധനം. ആ പേര് പറയരുതെന്നല്ല പറഞ്ഞേ. അതുകൊണ്ടല്ലേ ഡാഷ് എന്ന് ഞാൻ പറഞ്ഞത്. തോറ്റു ഞാൻ. നിങ്ങൾ ഇങ്ങോട്ട് മാറി നിൽക്ക്. നിർത്തി നിർത്തി പറഞ്ഞാൽ ഡോക്ടർക്ക് കഥ മനസ്സിലാവില്ല. ഒരു ഫ്ലാഷ് ബാക്ക് ആണ് ഇനി പറയാൻ പോകുന്നത്. ഇതെന്താ വല്ല ഫിലിമാണോ? ആ ഫിലിം തന്നെ. പഴയ സിനിമയിൽ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നതിന് മുൻപ് ഇങ്ങനെ ഒരു പമ്പര കറങ്ങുന്നത് പതിവായിരുന്നല്ലോ. അപ്പൊ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുകയാണ്. വല്ല സിംഹവും മറ്റോ ആണെന്ന് കരുതി പേടിച്ചു പോയി ഞാൻ. ഇങ്ങനെ വാള് വെക്കാൻ എന്താ കാരണം? ഇനി കാരണം പറഞ്ഞാലേ എനിക്ക് ഛർദ്ദിക്കാൻ പാടുള്ളൂ എന്നുണ്ടോ? ഇങ്ങനെ വാള് വെച്ചാൽ തല വേദനിക്കും. 2 സൈഡിലും ഞാൻ പിടിക്കട്ടെ? ഇപ്പൊ തന്നെ എന്റെ തലയുടെ 2 സൈഡിൽ ആരോ പിടിക്കുന്ന പോലെ ഉണ്ട്. ആരും പിടിക്കുന്നതല്ല, നിങ്ങളുടെ തോന്നല. ഇനി നിങ്ങൾ ആഹാരം കഴിക്കുമ്പോൾ നല്ലത് നോക്കി കഴിക്കണം. ഞാൻ എന്താ അങ്ങനെ പറഞ്ഞെന്നല്ലേ? നിങ്ങൾ എന്തൊക്കെ കഴിച്ചിട്ടുണ്ടോ അതിന്റെ ഒരു ലിസ്റ്റ് തന്നെ ഇവിടെയുണ്ട്. ഇതാ കാണും.